PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്ത 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങളാണ്. സെറ്റ് 14 ആണ്. ഓൾറെഡി 13 സെറ്റ് ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. അതിൽ ആദ്യത്തെ 11 സെറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു തന്നിരുന്നത്. അതിനുശേഷം 12ഉം 13ഉം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് പോകുന്നത് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാമെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിച്ചാണ് ഇപ്പോൾ പോകുന്നത്. അതായത് ആദ്യത്തെ 11ൽ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നിരുന്നു. ഇപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം എന്ന് നിങ്ങൾക്ക് കിട്ടിയ ഐഡിയ വെച്ച് നിങ്ങൾ തന്നെയാണ് ഇത് ചെയ്തു പോകുന്നത്. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. നിങ്ങൾ തന്നെയാണ് ഇത് ക്ലാസ്സിൽ ലൈവായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതേ പുസ്തകത്തിലെ ജീവശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ക്ലാസ് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അത് കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ സെറ്റ് 14 വർക്കൗട്ട് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് അനുഭവപ്പെടും. മാത്രമല്ല നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കറണ്ട് അഫയേഴ്സും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ എല്ലാം പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിലും വാട്സപ്പിലും നടത്തുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്നവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബയോളജിയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പ്രസ്താവന ചോദ്യം എന്തെന്ന് നമുക്ക് നോക്കാം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അതാണ് ആദ്യത്തേത്. ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാനിവിടെ ക്വസ്റ്റ്യൻ വായിക്കും, പ്രസ്താവന വായിക്കും, 2 തവണ പ്രസ്താവന വായിക്കും. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങളൊരു പേപ്പറും പേനയും എടുക്കുക. അതിൽ ഞാൻ വായിക്കുന്ന പ്രസ്താവന ശരിയാണെങ്കിൽ നിങ്ങൾ ശരി എന്ന് എഴുതുക, തെറ്റാണെങ്കിൽ തെറ്റിട്ട് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് താഴത്ത്. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിലേതാണ് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഞാനിതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ പറയും. അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക്. അങ്ങനെയാണ് നമ്മളിത് പഠിച്ചു പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ ശരിയായ പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക. പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം കഴുകരുത് എന്ന് പറയുന്നത് ജീവകങ്ങൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനാണ്. ഇതാണ് ആദ്യത്തെ പ്രസ്താവന. ഒന്നുകൂടി വായിക്കാം. പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം കഴുകരുത് എന്ന് പറയുന്നത് ജീവകങ്ങൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനാണ്. ഈ പ്രസ്താവന ശരിയെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പറിൽ എഴുതി വയ്ക്കുക. ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് വിറ്റാമിൻ B9 അപര്യാപ്തത കാരണമുണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഒന്നുകൂടി വായിക്കാം. വിറ്റാമിൻ B9 അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഈ പ്രസ്താവന ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. നിങ്ങൾ നോട്ട് ചെയ്യുക. അടുത്ത മൂന്നാമത്തെ പ്രസ്താവനയാണ് വിറ്റാമിൻ H അല്ലെങ്കിൽ വൈറ്റമിൻ H, കോഎൻസൈം R എന്നിങ്ങനെയും അറിയപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ B7. അപ്പോൾ വൈറ്റമിൻ B7 മറ്റ് 2 പേരുകളാണ് വൈറ്റമിൻ H, കോഎൻസൈം R എന്നാണ് ഈ മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത്. ഇത് ശരിയോ തെറ്റോ നിങ്ങൾ മാർക്ക് ചെയ്യുക. അടുത്ത 4ാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ C ആണ്. അപ്പോൾ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ C ആണെന്നാണ് 4ാമത്തെ പ്രസ്താവന പറയുന്നത്. ഇപ്പോൾ 4 പ്രസ്താവനയും ഞാൻ വായിച്ചു. ഈ 4 പ്രസ്താവനയിൽ ഇത് പഠിച്ചിട്ടുള്ളവർക്കറിയാം ഏത് പ്രസ്താവനയാണ് തെറ്റിപ്പോയതെന്ന് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇനി ഈ താഴെ കാണുന്ന 4 ഓപ്ഷൻസിൽ ഏതാണെന്ന് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ആൻസർ നിങ്ങൾ എടുക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ആൻസർ കണ്ടെത്തി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഒന്നാമത്തേതിൽ ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ് വരുന്നത്. അതായത് 1, 2, 3 ആണ്. ആദ്യത്തെ 3 പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ് അല്ലേ. ഇവിടെ തെറ്റിപ്പോയത് 4ാമത്തെയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. അത് 1, 2, 3 എന്നുള്ള ഓപ്ഷൻ D ആണ്. എന്തുകൊണ്ടാണ് 4ാമത്തെ പ്രസ്താവന തെറ്റിപ്പോയതെന്ന് വെച്ചാൽ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ D ആണ് അല്ലെ, വൈറ്റമിൻ D. അപ്പോൾ അടുത്ത 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളവർക്ക് 1 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത 2ാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. 2ാമത്തെ പ്രസ്താവന പറയുന്നത് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകളും ഉണ്ട്. അപ്പോൾ അതേതെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിൽ A എന്ന് പറയുന്ന പ്രസ്താവന നമുക്ക് നോക്കാം. കൊറോണറി ധമനികളിൽ ഉണ്ടാകാവുന്ന പൂർണ്ണമായ തടസ്സങ്ങൾ ഹൃദയപേശികളെ നിർജീവമാക്കുന്ന അവസ്ഥയാണ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ അല്ലെ. മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് എന്നാണ്
അതിൻ്റെ മറ്റൊരു പേര്, ഇത് അതിൻ്റെ സയൻറ്റിഫിക് ടെക്നിക്കൽ ടൈമാണ് അല്ലെ, സയൻറ്റിഫിക് ടൈമാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്ക്. കൊറോണറി ധമനികളിൽ ഉണ്ടാകാവുന്ന പൂർണ്ണമായ തടസ്സങ്ങൾ ഹൃദയപേശികളെ നിർജീവമാക്കുന്ന അവസ്ഥയാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഈ പ്രസ്താവന കേട്ടിട്ട് തെറ്റോ ശരിയോ എന്ന് നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് മാർക്ക് ചെയ്ത് വെക്കുക. അടുത്ത രണ്ടാമത്തെ ബി പ്രസ്താവന, അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാത്തത് മൂലം കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന മർദ്ദം ഉളവാക്കുന്ന രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ അല്ലെ. എന്താണ്? അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാത്തത് മൂലം കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന മർദ്ദം ഉളവാക്കുന്ന രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രസ്താവന കേട്ടിട്ട് ശരിയോ തെറ്റോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന, വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. നിങ്ങൾ നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക. അടുത്ത നാലാമത്തെ ലാസ്റ്റ് പ്രസ്താവനയാണ്, രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ്. ഒന്നുകൂടി വായിക്കാം, രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ്. അപ്പോൾ ഇങ്ങനെ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. 4 എന്തായാലും നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്തെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ ശരിക്കും ഞാൻ എൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് സി ആണ്, സി അല്ലേ. 2 സി ആണ് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. എ പ്രസ്താവന ശരിയാണ്, ബി ശരിയാണ്, ഡി ശരിയാണ്. എന്തുകൊണ്ടാണ് സി തെറ്റിപ്പോയത്? വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കൂടിയാൽ ഉണ്ടാകുന്നത് ലൂക്കോപീനിയ അല്ല, പകരം ലുക്കീമിയയാണ് അല്ലെ. ലുക്കീമിയ അത് പഠിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം, ലുക്കീമിയ അല്ലേ. എഴുതാനൊക്കെ ശരി ടൈം എടുക്കും. എന്നാൽ നമുക്ക് അപ്പോൾ രണ്ടാമത്തെ ആൻസർ ശരിയായിട്ടുള്ളവർക്ക് 2 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്തറിയിക്കണം നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കമൻറ്റ് ചെയ്യാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുമ്പോൾ ഇത് എവിടെ നിന്നൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെന്നല്ല, കേരളത്തിൻ്റെ ഇങ്ങേയറ്റവും അതേപോലെ വിദേശത്തിരുന്നുമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും പേര് പലയിടത്തിരിക്കുന്നവർ ഇതിൽ പങ്കെടുത്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള മാർക്ക് ഇടുമ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ട്രെൻഡ് അറിയാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തന്നെ കഴിഞ്ഞ 2-3 വീഡിയോയിൽ നിങ്ങൾ മാർക്ക് ഇട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു വേറൊരു തരം നോളജാണ് ഇതിനകത്ത് നിന്ന് കിട്ടിയത്. കാരണം നിങ്ങൾ എത്രത്തോളം ഇതിൽ ആക്റ്റീവായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം ഇതിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഈ പ്രസ്താവന ചോദ്യങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം മിക്കവാറും 10-ൽ 10 ഒക്കെ കിട്ടുന്നുണ്ട്, 10-ൽ 9 നല്ല റേഞ്ച് മാർക്കാണ് കിട്ടുന്നത്. ആദ്യം കുറവുള്ളവർക്ക് പിന്നീട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു അധ്യാപനം എന്നുള്ള നിലയ്ക്ക് ഞാനെടുക്കുന്ന എഫർട്ട് ഫ്രൂട്ട്ഫുൾ ആണോ എന്ന് എനിക്കും അറിയാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെയാണ് ശരിയായ ജോഡികൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇവിടെ 4 ജോഡികൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, 4 ജോഡികൾ. അപ്പോൾ ഈ 4 ജോഡികളിൽ ശരിയായ ജോഡികൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ജോഡികളൊന്ന് പരിശോധിക്കാം. ഒന്ന്, ചിക്കൻ പോക്സിന് കാരണമായ വൈറസ് വേരിസെല്ല വൈറസ് ആണെന്നാണ് പറയുന്നത്. അതായത് ചിക്കൻ പോക്സ്, വേരിസെല്ല, ഇതാണ് ആദ്യത്തെ ജോഡി എന്ന് പറയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. അടുത്തത്, സ്മാൾ പോക്സിന് കാരണമായ വൈറസ് വേരിയോള വൈറസ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഈ ജോഡി ശരിയാണെങ്കിൽ നിങ്ങളത് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യുക. അടുത്ത മൂന്നാമത്തെ ജോഡി, അരിമ്പാറ ഉണ്ടാക്കുന്ന വൈറസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണെന്ന് പറയുന്നു. അങ്ങനെ അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ മാർക്ക് ചെയ്യുക. നാലാമത്തേത്, പോളിയോയ്ക്ക് കാരണമായത് പോളിയോ വൈറസ് ആണ് എന്ന് പറയുന്നു, പോളിയോ വൈറസ്. അപ്പോൾ 4 ജോഡി തന്നു, 4 ജോഡിയും പറഞ്ഞു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ശരി തെറ്റ് നിങ്ങൾ അടയാളപ്പെടുത്തി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഇതിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്തുക. ഇതിൽ മൂന്നാമത്തേതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത് ഇതെല്ലാ ജോഡിയും ശരിയാണെന്നുള്ള എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ജോഡികളും ശരിയാണ്. ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ വിശേഷാൽ പതിപ്പിലെ പ്രസ്താവന ചോദ്യങ്ങൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അതായത് നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫെയിലുമായിട്ടോ എന്തെങ്കിലും മിസ്മാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അടുത്ത 4ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. അപ്പോൾ 3 എണ്ണത്തിനും ശരിയായിട്ടുള്ളവർക്ക് 3 മാർക്ക് ലഭിച്ചു. അടുത്തത് 2 പട്ടികകൾ കൊടുത്തിട്ടുണ്ട്, പട്ടിക. അതിൽ ഒന്ന് മേൽത്താടിയല്ല്, കീഴ്ത്താടിയല്ല്, കാൽമുട്ടിലെ അസ്ഥി, തുടയല്ല് അല്ലേ. ഇതിനൊക്കെ പറയുന്ന പേരും താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഫീമർ, മാക്സില്ല, പാറ്റല്ല, മാൻഡിബിൾ അല്ലേ. ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ തുടയല്ലും അതേപോലെ കാൽമുട്ടിലെ അസ്ഥിയൊക്കെ അറിയാൻ പാടില്ലാത്ത ബയോളജി പഠിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1ാമത്തെ പട്ടിക 2ാമത്തെ പട്ടികയായിട്ട് മാച്ച് ചെയ്യണം. എന്നിട്ട് ആ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ഉണ്ടോ എന്ന് നോക്കണം. അപ്പം നിങ്ങൾ അത് നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യം നിങ്ങൾ മേൽത്താടി എല്ല് എടുക്കുന്നു അല്ലെ. മേൽത്താടി എല്ല് എടുക്കുമ്പോൾ മേൽത്താടി എല്ലിന് പറയുന്ന
ടേം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഫീമർ, മാക്സില, പാറ്റല്ല, മാൻഡിബിൾ, ഇതിലേതാന്ന് കണ്ടുപിടിക്കുക അല്ലേ. ഒന്ന് ഏതുമായിട്ട് ചേരുന്നു, അത് ഈ പറയുന്ന ഓപ്ഷൻസിലൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അല്ലേ. ഈ നാലെണ്ണത്തിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. മേൽത്താടിയല്ല്, ഫീമർ, മാക്സില്ല, പാറ്റല്ല, മാൻഡിബിൾ. കീഴ്ത്താടിയല്ല്, ഫീമർ, മാക്സില്ല, പാറ്റല്ല, മാൻഡിബിൾ. കാൽമുട്ടിലെ അസ്ഥി, ഫീമർ, മാക്സില്ല, പാറ്റല്ല, മാൻഡിബിൾ. തുടയല്ല്, ഫീമർ, മാക്സില്ല, പാറ്റല്ല, മാൻഡിബിൾ. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആ ഓപ്ഷൻ നോക്കി നിങ്ങളുടെ ആൻസറും ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് സമയമില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നതെന്ന് പറയുന്നത് നാലാമത്തേൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചത് ഡി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ജസ്റ്റ് ഇനി അത് പറയാം. മേൽത്താടിയല്ല് എന്ന് പറയുന്നതല്ലേ, എന്താണ് മേൽത്താടിയല്ല്? അത് മാക്സിലയായിട്ടാണ് ചേരുന്നത്. മാക്സിലയാണ് മേൽത്താടിയല്ല്, മാക്സില അല്ലേ. അപ്പോൾ 1B ആണ് വരുന്നത്, 1B. അടുത്തത് കീഴ്ത്താടിയല്ല് നോക്കുക. അപ്പോൾ 1B ആണ് വരുന്നത്. കീഴ്ത്താടിയല്ല് നോക്കുക. കീഴ്ത്താടിയല്ല് മാൻഡിബിൾ ആണ്. അത് മാൻഡിബിൾ 2D ആണ് വരുന്നത്. 1B 2D അല്ലേ. അടുത്തത് കാൽമുട്ടിലെ അസ്ഥി, ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും അറിയാം പാറ്റല്ലയാണെന്ന് അല്ലേ. അതേതാ 3C എന്ന് പറയുന്നത് പാറ്റല്ലയാണെന്ന് എല്ലാവർക്കും അറിയാം, 3C. അത് വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു, കാരണം 3C വേറെങ്ങും വന്നിട്ടില്ല, 3C. അതേപോലെ തന്നെ 4 തുടയല്ല്, അത് ഫീമർ ആണെന്നും എല്ലാവർക്കും അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് രണ്ടും ഇപ്പോൾ കുറേ നാളായിട്ട് പഠിക്കുന്നവർക്ക് അറിയാം. ഇത് രണ്ടും വെച്ച് തന്നെ കണ്ടുപിടിക്കാം. 4A ആണ് അല്ലേ. 4Aയും ഈ ഓപ്ഷനിൽ വന്നിട്ടില്ല. ഇനി നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഈ 14 സെറ്റ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. പക്ഷേ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഇത്രയും സിമ്പിളാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഞാൻ നിങ്ങൾക്ക് മെത്തേഡ് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. ആ മെത്തേഡ് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഭാഗ്യവും നമ്മുടെ എത്രത്തോളം നമ്മൾ എഫർട്ട് എടുത്തു എന്നതിനെ ആശ്രയിച്ചായിരിക്കും എക്സാം ഹാളിൽ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് ഇത്രയും സിമ്പിളായിട്ട് വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല പരീക്ഷയ്ക്ക്. കാരണം കുറേയൊക്കെ സിമ്പിളായിരിക്കും. അവർ ടൈറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നത് കൃത്യമായിട്ട് ടൈറ്റ് ആക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മളിത് പരിശീലിക്കുമ്പോൾ തന്നെ ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്, മനസ്സിലായി. അപ്പം നമ്മുടെ സൈക്കോളജി നമ്മളെങ്ങനെ പഠിക്കുന്നു എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അവർ ടൈറ്റ് ആക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ടൈറ്റാക്കി തന്നെ തരൂ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിലെ ക്വസ്റ്റ്യൻസിനോടുള്ള പേടി, ഇതേപോലെ നിരന്തരം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനോടുള്ളൊരു പേടി നമുക്ക് മാറിക്കിട്ടും. അതേപോലെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അതാണ് ഒരു ഗുണമായിട്ട് വരുന്നത്. പിന്നെ ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഞാൻ നോക്കിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾക്കിപ്പോൾ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. 4 പ്രസ്താവനയിൽ ഏതാണ് ശരിയായതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1ാമത്തെ പ്രസ്താവന ഞാൻ വായിക്കാം. അരുണരക്താണുക്കളുടെ ആകൃതി മാറുന്നത് കാരണം ഓക്സിജൻ വഹിക്കൽ ശരിയായി നടക്കാത്തത് കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അരുണരക്താണുക്കളുടെ ആകൃതി മാറുന്നത് കാരണം ഓക്സിജൻ വഹിക്കൽ ശരിയായി നടക്കാത്തത് കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ എഴുതി വയ്ക്കുക. 2ാമത്തെ പ്രസ്താവന, പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറയാൻ കാരണമായ ഹോർമോണാണ് ഈസ്ട്രോജൻ. അപ്പോൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറയാൻ കാരണമായ ഹോർമോണാണ് ഈസ്ട്രോജൻ. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ നിങ്ങൾ നോട്ട് ചെയ്യുക. 3ാമത്തെ പ്രസ്താവന, ട്രിപ്പിൾ ആൻറ്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങളാണ് ഡിഫ്തീരിയ, ന്യൂമോണിയ, ടെറ്റനസ് എന്നിവ. ഇത് കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന അമ്മമാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ ഇത് പെട്ടെന്ന് പിടികിട്ടൂല്ലേ, പഠിക്കേണ്ടി വരുന്നില്ല, കാരണം അവർ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ട്രിപ്പിൾ ആൻറ്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങൾ അല്ലേ, അത് ഏതൊക്കെയാണെന്നാണ് ഡിഫ്തീരിയ, ന്യൂമോണിയ, ടെറ്റനസ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിയോ തെറ്റോ എന്താ തോന്നുന്നത് അത് മാർക്ക് ചെയ്യുക. 4ാമത്തെ ക്വസ്റ്റ്യൻ, നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമാകുന്നതിനെ തുടർന്നുണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ. ഒന്നുകൂടെ പറയാം, നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമാകുന്നതിനെ തുടർന്നുണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ. ഇത് 4ാമത്തെ പ്രസ്താവനയാണ്. അങ്ങനെ 4 പ്രസ്താവനകളും ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപിടിച്ച ഓപ്ഷൻസ് ഇതിലുണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ ശരിയുത്തരം എന്ന് പറഞ്ഞാൽ ഇതിൽ C ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. അതായത് 1ഉം 2ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. 1ഉം 2ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. 3ാമത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റിയെന്ന് ചോദിച്ചാൽ ട്രിപ്പിൾ ആൻറ്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്നത് നമുക്കറിയാം DPT ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് എന്നാണ് DPT വാക്സിനാണ് ട്രിപ്പിൾ ആൻറ്റിജൻ വഴി കൊടുക്കുന്ന
അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഡിഫ്തീരിയ ഉണ്ട്, ശരിയാണ്. ഡിഫ്തീരിയ. പി ന്യൂമോണിയ അല്ല, പെർട്ടൂസിസ് ആണ്, അഥവാ വില്ലൻ ചുമയാണ്. പിന്നെ ടി ടെറ്റനസ് ആണ്. അപ്പോൾ DPT ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് എന്നുള്ളതാണ് DPT, അല്ലാതെ ഡിഫ്തീരിയ ന്യൂമോണിയ അല്ല, ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് DPT. അതുകൊണ്ടാണ് ഇത് തെറ്റിപ്പോയത്. അപ്പോൾ ശരിയായിട്ടുള്ളവർക്ക് 5 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു ചോദ്യം, 6ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 6ാമത്തെ ചോദ്യത്തിൽ പറയുന്നത്, എയ്ഡ്സിന് കാരണമായ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ്. അതിൽ ഒന്നാമത് പറയുന്നത് ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കൂടുന്നു എന്ന് പറയുന്നു. ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കൂടുന്നു. അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത 2ാമത്തെ പ്രസ്താവന പറയുന്നത് രോഗപ്രതിരോധ ശേഷി കുറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ 2 പ്രസ്താവനകൾ, ഒന്ന് ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കൂടുന്നു എന്ന് പറയുന്നു, 2 രോഗപ്രതിരോധ ശേഷി കുറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഈ പ്രസ്താവന നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് എഴുതുക. അടുത്ത ഇനിയും പ്രസ്താവനയുണ്ട്. അടുത്ത പ്രസ്താവന നമുക്ക് നോക്കാം. 3ാമത്തെ പ്രസ്താവന പറയുന്നത് രോഗപ്രതിരോധ ശേഷി കൂടുന്നു എന്ന് പറയുന്നു. അതേപോലെ 4ാമത്തെ പ്രസ്താവന ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ 4 പ്രസ്താവനയും ഞാൻ ഒന്നുകൂടി വായിക്കാം. 1ാമത്തെ പ്രസ്താവന പറയുന്നത് ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കൂടുന്നു. 2ാമത്തെ പ്രസ്താവന രോഗപ്രതിരോധ ശേഷി കുറയുന്നു. 3ാമത്തെ പ്രസ്താവന രോഗപ്രതിരോധ ശേഷി കൂടുന്നു. 4ാമത്തേത് ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. അപ്പം 4 പ്രസ്താവനകൾ ഞാൻ വായിച്ചതിൽ നിങ്ങൾക്ക് ഏകദേശം ഇത് പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഈ പറയുന്ന ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളത് നോട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ ഞാൻ പറയാം. ഇതിൽ ശരിയെന്ന് പറയുന്നത് 2ാമത്തെയും 4ാമത്തെയും പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്, അല്ലേ? 2ാമത്തെ പ്രസ്താവന പറയുന്നത് എന്താണ്? എയ്ഡ്സിന് കാരണമായ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയും, അല്ലേ? 2ാമത്തെ പ്രസ്താവന അതാണ്, രോഗപ്രതിരോധ ശേഷി കുറയുന്നു. ഇനി 4ാമത്തെ പ്രസ്താവന ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ 6 ശരിയായിട്ടുള്ളവർക്ക് 6 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത 7ാമത്തെ ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയും ഈ സ്റ്റൈലും ഈ ക്ലാസ് എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ ഒന്ന് റീച്ച് ആകണമെങ്കിൽ, എല്ലാവരിലും എത്തണമെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണം. കാണുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ 7ാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. 7ാമത്തെ ചോദ്യം 2 പട്ടികയാണ്, അല്ലെ? ഒരു പട്ടികയിൽ രോഗം കൊടുത്തിട്ടുണ്ട്, 2ാമത്തെ പട്ടികയിൽ രോഗകാരി അല്ലെങ്കിൽ രോഗവാഹി കൊടുത്തിട്ടുണ്ട്. ഇത് മാച്ച് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. 1ാമത്തെ പട്ടിക 1ൽ കൊടുത്തിരിക്കുന്ന ഗൊണേറിയ ഉണ്ട്, മലേറിയ ഉണ്ട്, വട്ടച്ചൊറി ഉണ്ട്, ഡെങ്കിപ്പനി ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ഈഡിസ് ഈജിപ്തി ഉണ്ട്, നൈസറിയ ഗൊണേറിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ട്. അപ്പോൾ പട്ടിക 1ഉം പട്ടിക 2ഉം നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഞാൻ പട്ടിക 1 ഒരു പറയാം. ഇപ്പോൾ ഗൊണേറിയ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈഡിസ് ഈജിപ്തി ഉണ്ട്, നൈസേറിയ ഗൊണേറിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ട്. അപ്പം നിങ്ങളത് മാച്ച് ചെയ്യുക. 2ാമത്തെ മലേറിയ ഈഡിസ് ഈജിപ്തി ഉണ്ട്, ഗൊണേറിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ട്. അതേപോലെ വട്ടച്ചൊറിയും 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും മാച്ച് ചെയ്യുക. ഈഡിസ് ഈജിപ്തി, നൈസേറിയ ഗൊണേറിയ, ഫംഗസ്, പ്ലാസ്മോഡിയം. ഡെങ്കിപ്പനിയും ഈഡിസ് ഈജിപ്തി ഉണ്ട്, ഗൊണേറിയ ഉണ്ട്, അല്ലെ? നൈസറിയ ഗൊണേറിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളത് മാച്ച് ചെയ്തു എന്ന് വിചാരിക്കുന്നു, അല്ലേ? നിങ്ങൾ ഓരോന്നും മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യണമെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓരോന്നായിട്ട് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഓപ്ഷൻസിൽ നിന്നും നിങ്ങളുടെ ഓപ്ഷൻസിലേക്ക് എത്താൻ നിങ്ങൾ നോക്കുക. വീഡിയോ പോസ് ചെയ്ത് വെച്ചുകൊണ്ട് നോക്കുക. ഓക്കെ, നിങ്ങളെ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ആൻസർ പറയാം. ഇതിൽ ഗൊണേറിയ വരുന്നത് നൈസറിയ ഗൊണേറിയ ആയിട്ടാണ് ബന്ധപ്പെട്ട് വരുന്നത്. അതായത് 1 എന്ന് പറയുന്നത് ബി വരണം. 1 ബി ഉള്ള ഓപ്ഷൻ ഏതൊക്കെയാണ്? ഇതില്ല, ഇതുണ്ട്, അല്ല? 1 ബി ഓപ്ഷൻ, ഈ ഓപ്ഷൻ വരുന്നില്ല, ഇതുണ്ട്. അപ്പോൾ 2 കിട്ടിയിട്ടുണ്ട്, അല്ലേ? 2. 1 ഏത്? സി എന്ന് പറയുന്ന ഓപ്ഷനിൽ 1 ബി ആണ് വരുന്നത്. അതേപോലെ ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ 1 ബി ആണ് വരുന്നത്. ഇനി 2ാമത്തെ മലേറിയ പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്നതാണ് മലേറിയ, അല്ലേ? നമുക്ക് ഈ ജീവശാസ്ത്രം പരിശോധിച്ചാൽ നമുക്കറിയാം വൈറ്റമിൻസും അതേപോലെ രോഗങ്ങളുടെ കൂട്ടത്തിൽ പ്ലാസ്മോഡിയവും മിക്കവാറും ചോദിക്കാറുണ്ട്. ഈ മലേറിയ മിക്കവാറും ചോദിക്കാറുണ്ട്. മലേറിയ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്, അതായത് 2D ആണ് വരുന്നത്. 2D വരുന്ന ഓപ്ഷൻ 1 ഇതാണ്, അല്ലേ? 2D. ഇവിടെ 2D വരുന്നില്ല. അപ്പോൾ ഇതും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ 1 ബി
2D കിട്ടി. അപ്പം മൂന്നാമത്തെ നമുക്ക് നോക്കാം. മൂന്നാമത്തെ വട്ടച്ചൊറി ഫംഗസ് ആണെന്ന് നമുക്കറിയാം അല്ലേ, ഇതൊക്കെ 10ാം ക്ലാസ്സിലുള്ളത് തന്നെയാണ് വട്ടച്ചൊറി. അപ്പം 3C ആണ്, 3C അതും കിട്ടി. അപ്പം 4 എന്ന് പറയുന്നത് 4 ഡെങ്കിപ്പനിയാണ്, അത് EDCGT ആണ് അല്ലേ. 4 ഇത് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലെ. 7 എണ്ണം നിങ്ങൾക്ക് ശരിയായിട്ടുണ്ട്. അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ്. തെറ്റായതാണ്. അതിൽ 4 പ്രസ്താവനയുണ്ട്, വായിക്കാം. 1, ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ അല്ലേ. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ. അമ്മമാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോയിന്റ് പെട്ടെന്ന് കിട്ടും. കാരണം അല്ലെ, ഒരു പ്രഗ്നൻസി ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ തൈറോയിഡ് അല്ലെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ പോയിന്റ് കിട്ടാൻ സാധ്യതയുണ്ട്, ശരിയോ തെറ്റോ എന്ന്. ബി ഓപ്ഷൻ, വിത്തുകോശങ്ങൾ കാണപ്പെടുന്ന ശരീരഭാഗങ്ങളാണ് ത്വക്ക്, മജ്ജ, അന്നവദം എന്നിവ അല്ലേ. വിത്തുകോശങ്ങൾ കാണപ്പെടുന്ന ശരീരഭാഗങ്ങളാണ് ത്വക്ക്, മജ്ജ, അന്നവദം എന്നിവ. അപ്പോൾ അത് ശരിയോ തെറ്റോ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് മാർക്ക് ചെയ്യുക. അടുത്തത് സി, മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഇൻസുലിനാണ്. മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഇൻസുലിനാണ്. നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക. ഡി എന്ന് പറയുന്നത് മാറ്റിവെക്കപ്പെട്ട അവയവത്തെ ശരീരം തിരസ്കരിക്കാതിരിക്കുന്നത് തടയാനായി ഉപയോഗിക്കുന്ന ഔഷധമാണ് സൈക്ലോസ്പോറിൻ എന്ന് പറയുന്നത്. ഇതങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇതിൽ ചിലതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ തോന്നും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ തന്നെ ക്ലാസ്സുകളുണ്ട് ബയോളജിയുടെ, അത് കാണുക. അത് കണ്ടിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ശരിക്കും ഞാനിപ്പം താമസിപ്പിക്കുന്നില്ല. ഇതിൽ തെറ്റിപ്പോയ പ്രസ്താവന എന്ന് പറയുന്നത് സി പ്രസ്താവനയാണ് തെറ്റിപ്പോയത്. ബാക്കി എയും ബിയും ഡിയും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സി പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഇത് ശരിയായിട്ട് വന്നിട്ടുള്ളവർക്ക് 8 മാർക്കാണ് ലഭിക്കുന്നത്. അടുത്ത 9ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 9ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നിട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ പ്രസ്താവന 2 പ്രസ്താവന പറയുന്നുണ്ട്. 2 പ്രസ്താവന 9ാമത്തെ ചോദ്യത്തിൽ. 1, മനുഷ്യ നേത്രത്തിൽ റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളിയാണ് റെറ്റിന അല്ലേ. ദൃഷ്ടിപടലം എന്നാണ് പറയുന്നത്. 10ാം ക്ലാസ്സിലെയാണ് ഈ ഒരു 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഉണ്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. മനുഷ്യ നേത്രത്തിലെ റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളിയാണ് റെറ്റിന. 2ാമത്തെ പ്രസ്താവന പറയുകയാണ്, കോൺ കോശങ്ങളാണ് നിറങ്ങൾ തിരിച്ചറിയാൻ സഹായകമായത്. അപ്പോൾ ഈ പ്രസ്താവന നിങ്ങൾക്ക് കേട്ടിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കോൺ കോശങ്ങളാണ് നിറങ്ങൾ തിരിച്ചറിയാൻ സഹായകമായതെന്നാണ് 2ാമത്തെ പ്രസ്താവനയും പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫൈൻഡിങ്സ് നിങ്ങൾ പേപ്പറിൽ രേഖപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച സാധനം ഈ ഓപ്ഷനിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആൻസർ പറയാം. 9 സി ആണ് ആൻസറായിട്ട് വരുന്നത്. കാരണം മുകളിൽ പറഞ്ഞിട്ടുള്ള 2 പ്രസ്താവനകളും ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ 9 എണ്ണം ശരിയാക്കിയിട്ടുള്ളവർക്ക് 9 മാർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് സിമ്പിളാണ് 9ഉം അല്ല. ഇനി അടുത്ത 10ാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. അതും തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ പ്രസ്താവന 4 എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ നോക്കുക. 1ാമത്തെ പ്രസ്താവന, കൊതുക് മനുഷ്യ സാമീപ്യം തിരിച്ചറിയുന്നത് വിയർപ്പിലെ ലാക്റ്റിക് അമ്ലം മണത്തെറിഞ്ഞാണ് അല്ലേ. കൊതുക് മനുഷ്യ സാമീപ്യം തിരിച്ചറിയുന്നത് വിയർപ്പിലെ ലാക്റ്റിക് അമ്ലം മണത്തെറിഞ്ഞാണ് അല്ലേ. നമ്മൾ അല്ലെ എത്രയൊക്കെ പുതച്ചു മൂടി കിടന്നാലും ഇവൻ ഇങ്ങനെ വരും അല്ലേ. നമ്മുടെ തലയുടെ സൈഡിലും എവിടെയൊക്കെ ഓപ്പൺ ഉണ്ടോ അവിടെ വരും. അപ്പോൾ നമ്മൾ ആലോചിക്കില്ല ഇവനിങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് നമ്മുടെ അടുത്ത് വരുന്നെന്ന് അല്ലേ. അപ്പോൾ ഞാനത് ക്ലാസ് എടുക്കുമ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസ്താവന ശരിയോ തെറ്റോ നിങ്ങൾ കണ്ടുപിടിക്കുക. അടുത്ത 2ാമത്തെ ബി എന്ന് പറയുന്ന പ്രസ്താവന, പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഈ പ്രസ്താവന ശരിയോ തെറ്റോ നിങ്ങളത് നോട്ട് ചെയ്യുക. സി എന്ന് പറയുന്ന പ്രസ്താവന, ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അപ്പോൾ ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അപ്പോൾ 3 പ്രസ്താവന പറഞ്ഞു. അതിൽ 3ഉം ശരിയോ തെറ്റോ നിങ്ങൾ മാർക്ക് ചെയ്യുക. 4ാമത്തെ പ്രസ്താവന, മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് 55% പറയുന്നു. മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് 55% പറയുന്നു. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ ഏതാണ് തെറ്റെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാനതിൻ്റെ ആൻസർ പറയാം. ഇവിടെ തെറ്റിപ്പോയ പ്രസ്താവന എന്ന് പറയുന്നത് ഡി ആണ്. ബാക്കിയുള്ള 3 പ്രസ്താവനകളും ആദ്യത്തെ 3 പ്രസ്താവനകളും ശരിയാണ്. ഇവിടെ 55% പകരം 65% വരേണ്ടിയിരുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ പ്രസ്താവനയും അതിൻ്റെ കാര്യങ്ങളൊക്കെ വായിക്കുന്നത് ഈ പുസ്തകത്തിലെ ഡേറ്റയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഫയലിൽ ഇതുമായിട്ട് മിസ്മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക.
അപ്പോൾ 10 ചോദ്യം ശരിയാക്കിയിട്ടുള്ളവർക്ക് 10 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 11ാമത്തെ ചോദ്യമാണ് അടുത്തത്. നോക്കാം. 11ാമത്തേത് പ്രസ്താവന 1 പറയുന്നത് RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രസ്താവന ഒന്നുകൂടി വായിക്കാം. പ്രസ്താവന 1, RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. പ്രസ്താവന 2 പറയുന്നു ഗർഭിണിയായ അമ്മ മദ്യപിക്കുന്നത് കാരണം ജനിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രം. ഗർഭിണിയായ അമ്മ മദ്യപിക്കുന്നത് കാരണം ജനിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രം. ഈ 2 പ്രസ്താവന കേട്ടിട്ട് നിങ്ങൾക്കത് ശരിയോ തെറ്റോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് രേഖപ്പെടുത്തി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ ഇങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ഫൈൻഡിങ്സ് ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തിയതിനകത്തുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. ഇവിടെ ഇതിൻ്റെ ശരിയുത്തരം ആയിട്ട് വരുന്നത് 11ാമത്തെ ശരിയുത്തരമായിട്ട് വരുന്നത് 2 പ്രസ്താവനകളും ശരിയെന്നുള്ള C ഓപ്ഷനാണ്. അതായത് നമ്മളിപ്പോൾ വായിച്ച 2 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 11 ചോദ്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ 11 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് 11 മാർക്ക് ശരിയാക്കിയവർക്ക് 11 മാർക്കും ലഭിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇവിടെ പറയുന്നത് ഇന്ദിരാഗാന്ധി പ്രൈസാണ്. ഇന്ദിരാഗാന്ധി പ്രൈസ്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർഗം ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു മാർക്ക് കമൻറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങളെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലെവൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്കും അറിയാൻ പറ്റും മറ്റുള്ളവർ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ദിരാഗാന്ധി പ്രൈസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിനു മുമ്പ് എത്രയൊക്കെ തവണ ഇന്ദിരാഗാന്ധി പ്രൈസ് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പരീക്ഷകൾ നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ എടുത്താൽ അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് അറിയേണ്ടത് 2023 ലേറ്റസ്റ്റ് കൊടുത്തിട്ടുള്ളത് അലി അബു അവാദ് ഡാനിയൽ ബാരൻബോയെ. എൻ്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇത് പഠിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. കാരണം ഓൾറെഡി അത് പലതവണ ഇത് നമ്മൾ പഠിച്ചതാണ്. 2023 അലി അബു അവാദിനും ഡാനിയൽ ബാരൻബോയ്ക്കുമാണ് കിട്ടിയിട്ടുള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 2023 കിട്ടും. അത് തന്നെയാണ് ചോദിക്കാൻ സാധ്യതയും. ഇനി 2022 ചോദിക്കുന്നതെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആൻഡ് ദ ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2022 കിട്ടിയിട്ടുള്ളത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആൻഡ് ദ ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അല്ലേ. 2023 സാധ്യത ഞാൻ കാണുന്നത് അലി അബു അവാദിനും ഡാനിയൽ ബാരൻബോയ്ക്കും. 2021 പ്രഥം എന്ന് പറയുന്ന ഇതിനാണ് കിട്ടിയിട്ടുള്ളത്. പ്രഥം 2019 സർ ഡേവിഡ് ആറ്റൻബറോയ്ക്കും 2018 സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റിനുമാണ്. ഈ 3 കുറച്ച് നാളായിട്ട് കൊടുത്തതിന് ശേഷം കണ്ടാണ് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് PSC പഠിക്കുന്നവർക്ക് ഈ ആദ്യത്തെ 3 അറിയാം. 2018 സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റിനാണെന്നും 2019 സർ ഡേവിഡ് ആറ്റൻബറോയ്ക്കും 2021 പ്രഥം. 2022 ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആൻഡ് ദ ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. 2023 അലി അബു അവാദ് ഡാനിയൽ ബാരൻബോയും. അപ്പോൾ നമ്മൾ ഈ പ്രസ്താവന ചോദ്യങ്ങളോടൊപ്പം കുറേയധികം പ്രധാനപ്പെട്ട അവാർഡുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതിനൊക്കെ കോഡിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക. പറ്റുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. മാർക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.